ഹായ് മക്കളെ, മിസ് അടുത്തൊരു ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നാള് നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് റിവിഷൻ ചെയ്ത് ഇപ്പൊ മിസ് അടുത്തൊരു ചാപ്റ്ററിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായിരുന്നു മിസ്സിന്റെ പേര്? മിസ്സിന്റെ പേര് ഫസ്ന എന്നാണ്. അപ്പൊ നിങ്ങളിപ്പോ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്? അവോധയുടെ ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ കൂടെ ഇഗ്നൈറ്റിന്റെ വൺ ഷോട്ട് സീരീസിലൂടെ നിങ്ങളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഇതുവരെ കെമിസ്ട്രി സെക്ഷനിൽ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ റിവൈസ് ചെയ്ത് അതിനെ മാക്സിമം ചുരുക്കി നമ്മൾ ചെറിയൊരു സെക്ഷൻ ആക്കി മാറ്റിയിരിക്കുക. വലിയൊരു ചാപ്റ്റർ നമ്മൾ മിനിമം കണ്ടന്റ് കൊടുത്ത് നമ്മൾ ചെറിയൊരു സെക്ഷൻ ആക്കി മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില് നമ്മളിപ്പോൾ എത്രാമത്തെ ചാപ്റ്റർ നോക്കാൻ പോകുന്നത്? ചാപ്റ്റർ 7. ചാപ്റ്റർ 7 ഏതായിരുന്നു മക്കളെ? നോക്കിക്കേ, സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ചെറിയ കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതിന്റെ യൂസ് എങ്ങനെയാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ചാപ്റ്ററുള്ളൂ. അപ്പൊ നമുക്ക് വേഗം എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോവാം അല്ലെ. അപ്പോ ഈ ചാപ്റ്ററിലെ കോമ്പൗണ്ട്സിനെ പറ്റി പറയുന്നതിന് മുൻപ് ഈ കോമ്പൗണ്ട്സ് സം ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഈ കോമ്പൗണ്ട്സ് എന്തിനൊക്കെയാ നമുക്ക് യൂസ് ചെയ്യുന്നേ? പണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയങ്ങളിലല്ലേ, ഈ കൃഷി ചെയ്യുന്ന ഇപ്പൊ കൃഷി നന്നേ കുറവാണ്. ഈ കൃഷി ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് ഈ മണ്ണിൽ ആവശ്യമായിട്ട് വരുന്ന കുറച്ചധികം എലമെന്റ്സ് ഉണ്ട്. കുറച്ചധികം എലമെന്റ്സ് ചിലപ്പോൾ ചില മണ്ണിൽ എന്തായിരിക്കും, ആ എലമെന്റ്സിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും, ചിലത് എന്തായിരിക്കും, കുറവായിരിക്കും. ചില മണ്ണ് ആസിഡിക് നേച്ചർ കാണിക്കാം, ബേസിക് നേച്ചർ കാണിക്കാം. അപ്പൊ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൃഷി ചെയ്യാൻ പോകുന്ന ക്രോപ്പിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ആസിഡ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാ? ചിലപ്പോൾ ആ മണ്ണിലുണ്ടാവുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും. അപ്പൊ നമ്മൾ ആസിഡ് ആഡ് ചെയ്ത് കൊടുത്ത് ന്യൂട്രലൈസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നേരെ തിരിച്ച് ആഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില എലമെന്റ്സ് ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടുന്ന രീതിയിലുള്ള കോമ്പൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടുന്ന ചില കോമ്പൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. നേരെ ചാപ്റ്ററിലേക്ക് പോയാലോ? ഓക്കെ, ഇത് ചാപ്റ്റർ 7 ആണ് നമ്മുടെ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ കേട്ടോ. ഇപ്പോൾ ആദ്യത്തെ കോമ്പൗണ്ട് എന്താ? നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട് ആണ് എന്ത്? അമോണിയ. എന്താ ഈ അമോണിയന്റെ പ്രത്യേകത? മിസ് അമോണിയ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നായിരുന്നു മക്കളെ. എന്താ അമോണിയന്റെ പ്രത്യേകത? അമോണിയ എന്ന് പറയുന്നത് ഗ്യാസ് ഫോമിൽ നിൽക്കുന്നതും അതിനെ നമുക്ക് പ്രഷറൈസ് കൊടുത്തതിനാൽ ലിക്വിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമോണിയന്റെ എന്താ കളറ്? അമോണിയക്ക് കളറേ ഇല്ല. അമോണിയക്ക് കളറില്ല. അതിനൊരു സ്മെല്ലുണ്ട്, ഭയങ്കര പഞ്ചന്റ് രൂക്ഷമായിട്ടുള്ള സ്മെല്ലാണ്. നമ്മൾ സ്മെല്ല് ചെയ്തതിനാൽ വല്ല ജലദോഷമോ മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കിടക്കുന്ന രീതിയിലുള്ള സ്മെല്ലാണ്. എന്നും പറഞ്ഞ് ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് പോയി മണത്താൻ നിൽക്കരുത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറെ സഫക്കേഷൻ വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ ഈ അമോണിയ എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മൾ ഫുഡ് വഴിയൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ടോക്സിക് ആയിട്ട് മാറുന്ന ഒരു സബ്സ്റ്റൻസ് കൂടിയാണ്. ഇപ്പൊ നമ്മൾ ഫുഡ് വഴി കഴിക്കുന്നുണ്ടെങ്കിൽ അമോണിയ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അമോണിയനെ യൂറിയ എന്നൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ബയോളജി സാറ് പഠിപ്പിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണ്? ഇതിന് കളറില്ല, പഞ്ചന്റ് സ്മെല്ലാണ്, പിന്നെ ഇത് ബേസിക് ആണ്. എന്തായിരുന്നു ഇത്? ആൽക്കലി നേച്ചർ ആണ്. അപ്പൊ ലിറ്റ്മസിന്റെ ചേഞ്ച് എങ്ങനെയായിരിക്കും വരാ? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളർ ആക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. പിന്നെ ഈ അമോണിയ നോർമലി അമോണിയ ഉണ്ടാക്കുന്നത്, അതായത് നമുക്ക് സ്കൂളിൽ അല്ലെങ്കിൽ സ്കൂളിലെ ലാബിൽ പോയിട്ടേന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സ്പെരിമെന്റ് ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ടൈപ്പിലുള്ള സോൾട്ട് എടുത്തിട്ട് നമുക്ക് അതിനെ കെമിക്കൽ പ്രൊസീജിയർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അമോണിയ നമുക്ക് സ്കൂളിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയല്ല നമ്മൾ വലിയ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് സെറ്റപ്പിലേക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കേ. ആദ്യം നമ്മൾ എടുക്കുന്നത് അമോണിയം ക്ലോറൈഡ് NH4Cl എന്ന് പറയുന്ന ഒരു സോൾട്ട് എടുക്കുന്നു. പിന്നെ എന്തെടുക്കുന്നു? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു സോൾട്ട് എടുക്കുന്നു. ഇത് രണ്ടും നമ്മളൊരു എക്സ്പെരിമെന്റ് സെറ്റപ്പിലേക്കാണ് കൊണ്ടുവന്നത്. അതെന്താ നോക്കിക്കേ. എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഇതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയായിരുന്നു? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും. ഈ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒരു ടെസ്റ്റ് ട്യൂബിൽ, അത് ഇൻക്ലൈൻഡ് പൊസിഷനിൽ ഇരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ മിസ് പറഞ്ഞതിൽ നോക്കിക്കേ, അമോണിയ ഉണ്ടാകുന്നത് എങ്ങനെയായിരുന്നു? അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? അമോണിയ, വാട്ടർ, കാൽഷ്യം ക്ലോറൈഡും കിട്ടുന്നുണ്ട് കേട്ടോ. കാൽഷ്യം ക്ലോറൈഡ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കിട്ടുന്നതിലെ നമ്മുടെ വാട്ടർ എന്ന് പറയുന്ന ആള് കുറച്ച് ഡേഞ്ചറസ് ആണ്.
ആ ആളുള്ളത് കൊണ്ടാണ് നമ്മുടെ സെറ്റപ്പ്, എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഈ ഒരു രീതിയിൽ ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെച്ചിരിക്കുന്നത്. ഇത് ഇൻക്ലൈൻഡ് പൊസിഷനിൽ നമ്മുടെ 2 സോൾട്ട് എടുത്തു, അമോണിയം ക്ലോറൈഡ് എടുത്തു, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എടുത്തു. ആ 2 സോൾട്ട് നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ബോട്ടം ടെസ്റ്റ് ട്യൂബിന്റെ ബോട്ടത്തിലിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ റിയാക്ഷൻ സംഭവിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ട്സ്, നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റ് എന്തായിരുന്നു, അമോണിയ ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്, കാൽഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വാട്ടർ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ പൊസിഷനിൽ, ഇങ്ങനെയുള്ള പൊസിഷനിലാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് വെക്കുന്നതെങ്കിൽ വാട്ടർ എവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും, താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യില്ലേ, അവിടെ നിന്നല്ല നമ്മൾ ചൂട് കൊടുക്കുന്നത്. അപ്പൊ എന്ത് പറ്റും, നമ്മുടെ ടെസ്റ്റ് ട്യൂബ് പൊട്ടിപ്പോ. അതില്ലാണ്ടിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടെസ്റ്റ് ട്യൂബ് ഇൻക്ലൈൻഡ് പൊസിഷനിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വാട്ടർ സ്വാഭാവികമായിട്ട് ഒഴുകി താഴെ വന്ന് വീണോളും, അവിടെ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത് ചൂടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യാൻ തുടങ്ങും. ഗ്യാസ് ഇവോൾവ് ചെയ്യും, അതിനകത്തൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ആ മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മുടെ വാട്ടർ. പിന്നെ ആരും കൂടി ഉണ്ടാവുന്നുണ്ട്, കാൽഷ്യം ക്ലോറൈഡ്. ആ കാൽഷ്യം ക്ലോറൈഡ് അവിടെ ഡെപ്പോസിറ്റ് ആയി അവിടെ കിടന്നോളൂ. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ അമോണിയ ഉണ്ടായ അമോണിയ, മോയ്സ്ചർ കണ്ടന്റ് ഉള്ള അമോണിയ എങ്ങനെ വരും, ഇവിടെ നിന്ന് ഈ ട്യൂബിലൂടെ താഴെ വന്ന് ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് ഒരു അപ്പാരറ്റസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആരാണ് കൂടുതൽ നമ്മൾ കൊടുത്തേക്കുന്ന, കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു കമ്പോണന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് ആരാ, ക്വിക്ലൈമ. അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് എന്ത്, ഈ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ആൾ. അപ്പൊ നമുക്ക് വേണ്ടത് ആരാ, അമോണിയ മാത്രം പോരെ, ഈ ഉണ്ടാവുന്ന വാട്ടർ വേണോ, വാട്ടർ വേണ്ട. ആ വാട്ടർ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാൽഷ്യം ഓക്സൈഡിനെ ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ കാൽഷ്യം ഓക്സൈഡ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അമോണിയ പോയിക്കഴിഞ്ഞാൽ, അമോണിയ എന്താ ഗ്യാസ് രീതിയിൽ, ഗ്യാസ് ഫോമിലാണ് ഉണ്ടാവുന്നത്. അത് മുകളിലേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ അതിന്റെ കൂടെ ഉണ്ടാവുന്ന വാട്ടറും കൂടി പോകും. അപ്പോൾ ഈ കാൽഷ്യം ഓക്സൈഡ് എന്ത് ചെയ്യും, ഇതിന്റെ കൂടെയുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്ത് എടുത്തോളും. എന്നിട്ട് നമ്മുടെ അമോണിയ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്യാസ് ജാർ, ഇൻവേർട്ടഡ് ആയിട്ടൊരു ഗ്യാസ് ജാർ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, എന്തിനായി ഗ്യാസ് ജാർ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്? എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാമോ വേഗം? അപ്പൊ എന്തിനായിരിക്കും ഗ്യാസ് ജാർ വെച്ചിരിക്കുന്നത്, അങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുന്ന റീസൺ എന്താ, മിസ് പറയട്ടെ? അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുന്നത്, അമോണിയ എന്ന് പറയുന്ന ഗ്യാസിന്റെ ഡെൻസിറ്റി നമ്മുടെ എയറിന്റെ ഡെൻസിറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ അതെന്ത് പെട്ടെന്ന് ആവിയായിട്ട് മുകളിലേക്ക് പോകും. അത് പോവാതെ നമുക്ക് കളക്ട് ചെയ്യണമല്ലോ, നമുക്ക് അമോണിയ വേണ്ടേ? അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗ്യാസ് ജാർ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇൻവേർട്ടഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, നമ്മുടെ അമോണിയ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ എന്താ അമോണിയ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ സെറ്റപ്പ് ഈസി ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് പിന്നെ അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഭംഗിയുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു ഫൗണ്ടെയിൻ ഒക്കെ പോലുള്ള പിക്ചർ. അത് എന്താ നടക്കുന്നത്, നമ്മുടെ അമോണിയ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ്, അമോണിയ ബേസിക് ആണെന്ന് തെളിയിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് അത്. ഓക്കെ, അമോണിയ ബേസിക് ആണെന്ന് എങ്ങനെ ഈ എക്സ്പെരിമെന്റ് വഴി തെളിയിക്കുന്നത്? അപ്പോൾ ഈ എക്സ്പെരിമെന്റ് നോക്കിക്കേ, ഇവിടെ താഴെ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഫിനോഫ്തലിൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്? ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തെളിയിക്കാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. വാട്ടറിൽ ഫിനോഫ്തലിന് പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല, ആസിഡിലും എന്താ കളർലെസ് ആയിരിക്കും. പിന്നെ ബേസിലാണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അതിനൊരു നല്ല പിങ്ക് ഷെയ്ഡ് വരും. അപ്പൊ പിങ്ക് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ നമുക്ക് എന്ത് പറയാം, ആ സൊല്യൂഷൻ ഒരു ബേസിക് സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പൊ അതേ നോക്കിക്കേ മക്കളെ, നമ്മുടെ വാട്ടറിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് ഈ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അടി ഇങ്ങനെ ഉരുണ്ടതായിട്ടുള്ള ഒരു ഫ്ലാസ്ക് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ഫില്ല് ചെയ്ത് കൊടുക്കാണ്, അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് ഫുൾ അങ്ങോട്ട് നിറച്ച് കയറ്റി വെച്ചേക്കാണ്. ഫുൾ നിറച്ച് ഫില്ല് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട് താഴത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു നോക്കിക്കേ, അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചതിലേക്ക് ഒരു സിറിഞ്ചും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള വാട്ടർ കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഇവിടം വരെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സിറിഞ്ചിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടാണ് സിറിഞ്ച് വെച്ചിരിക്കുന്നത്. ആ സിറിഞ്ചിൽ നിന്ന് കുറച്ച് വെള്ളം എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പൊക്കി കൊടുക്കുമ്പോഴത്തേക്കും സിറിഞ്ചിൽ നിന്ന് വെള്ളം മുകളിലേക്ക് കയറും. ഈ മുകളിലേക്ക് കയറുന്ന വെള്ളത്തിന് ഈ അമോണിയനെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ, അലിയിപ്പിച്ച് കളയാനുള്ള കഴിവ് ആർക്കുണ്ട്, വെള്ളത്തിനുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൽ അലിയുന്ന ഒരു സ്വഭാവം ആർക്കുണ്ട്, അമോണിയക്കുണ്ട്. അപ്പോൾ ഒരു സ്വഭാവം പഠിച്ചില്ലേ, അമോണിയക്ക് വെള്ളത്തിൽ അലിയാനുള്ള കഴിവുണ്ട്. അപ്പോൾ വെള്ളത്തിൽ അങ്ങനെ അലിഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, വെള്ളത്തിൽ അങ്ങനെ അലിഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും, ഇവിടെ നിന്നുള്ള അമോണിയ ഗ്യാസിന്റെ പ്രഷർ അങ്ങ് കുറയും. അമോണിയ ഗ്യാസിന്റെ പ്രഷർ കുറയുമ്പോൾ ഇവിടെ താഴെ പ്രഷർ കൂടുതലല്ലേ, ഇവിടെ നിന്നുള്ള വെള്ളം എന്ത് ചെയ്യും, മുകളിലേക്ക് ഒരു ഫൗണ്ടെയിൻ പോലെ വരും. അപ്പോൾ ഓൾറെഡി അമോണിയ ഗ്യാസ് അവിടെ ഉണ്ട് കുറച്ച്.
അപ്പോൾ അമോണിയ ബേസിക് ആയതുകൊണ്ട് ഈ താഴേന്ന് പോകുന്ന വെള്ളത്തിൽ എന്തുണ്ട്, ഫിനോഫ്തലിൻ ഉള്ളത് കൊണ്ടും ബേസിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൽ ഫിനോഫ്തലിൻ എന്ത് കളർ കാണിക്കും മക്കളെ? എന്ത് കളറാ കാണിക്കുക? പിങ്ക് കളർ കാണിക്കും. ആ പിങ്ക് കളറാണ് ഇത്ര ഭംഗിയിൽ ഒരു ഫൗണ്ടെയിൻ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വെള്ളം പിന്നെയും പൊക്കോണ്ടിരിക്കുമ്പോഴത്തെ അവിടെ ഓൾറെഡി ഉള്ള അമോണിയ ഡിസോൾവ് ചെയ്ത് പോകും, പിന്നെയും താഴേന്ന് വെള്ളം കയറി പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഒരു ഇങ്ങനെ ഫൗണ്ടെയിൻ പോലെ പിങ്ക് കളറിൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. അതാണ് എന്ത്, അമോണിയയുടെ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അമോണിയ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സിറിഞ്ചിൽ നിന്ന് പോകുന്ന വെള്ളം കയറിയപ്പോ അവിടുത്തെ പ്രഷർ കുറഞ്ഞ് ഇവിടെ താഴ്ന്ന വെള്ളം പോയത്. പിന്നെ എന്താ, ഫിനോഫ്തലിൻ എന്താ ബേസിക് സൊല്യൂഷനിൽ പിങ്ക് കാണിക്കുന്നതുകൊണ്ട് അമോണിയയുടെ സ്വഭാവം എന്താണ്, ബേസിക് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അമോണിയ 2 സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലായി. പിന്നെ വാട്ടർ നമ്മൾ ഇൻജെക്ട് ചെയ്യുമ്പോൾ പ്രഷർ ഡിഗ്രീസ് ചെയ്യും, അതുപോലത്തെ ഒരു സെറ്റപ്പ് ആണ് പറഞ്ഞത്. അപ്പൊ 2 സ്വഭാവം മനസ്സിലായി. ഒന്നെന്ന് പറയുന്നത് എന്താണ്, വാട്ടറിലെ അമോണിയ ഡിസോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. 2 പറഞ്ഞത് എന്തായിരുന്നു, അമോണിയക്ക് ഒരു ബേസിക് സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ ആണല്ലോ. ഇനി ഇതേപോലെയാണോ നമ്മൾ കമ്പനികളിൽ ഇൻഡസ്ട്രീസിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുക? ഒരിക്കലല്ല. ഇത് ഭയങ്കര ലോങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പൊ ഇത്രയും വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും, 2 സോൾട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയല്ല നമ്മൾ കമ്പനി ഇൻഡസ്ട്രീസിൽ അമോണിയ പ്രോസസ് ചെയ്യുന്നത്. എങ്ങനെ ഇൻഡസ്ട്രീസിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രീസിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താണ്? ഹേബർ പ്രോസസ്. എന്താ, ഹേബർ പ്രോസസ് വഴിയാണ് ഇൻഡസ്ട്രീസിൽ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന 2 ആൾക്കാരാ, നൈട്രജനും ഹൈഡ്രജനും. എന്തൊക്കെയാ? നൈട്രജനും ഹൈഡ്രജനും. ഈ നൈട്രജനും ഹൈഡ്രജനും യൂസ് ചെയ്തിട്ടാണ് നേരെ നമ്മൾ അമോണിയയിലേക്ക് പ്രിപ്പറേഷൻ നടക്കുന്നത്. ഈ നൈട്രജൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? നൈട്രജൻ അറിയാം, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ള ഒരാളാണ് നൈട്രജൻ. അപ്പൊ അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ എടുക്കാം. ഹൈഡ്രജൻ എടുക്കാനോ? വാട്ടറിന് ഒന്ന് ഇലക്ട്രോലൈസിസ് കൊടുത്താൽ മതി. ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് ഹൈഡ്രജനും കിട്ടും. എളുപ്പമല്ലേ? നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്നു, ഹൈഡ്രജൻ നമുക്ക് വാട്ടർ ഇലക്ട്രോലൈസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതും കിട്ടുന്നു. ഈ നൈട്രജനും ഹൈഡ്രജനും എത്ര റേഷ്യോയിൽ എടുക്കുന്നേ? 1:3 എന്ന റേഷ്യോയിൽ. അതായത് ഒരു നൈട്രജൻ ആണെങ്കിൽ അതിന് 3 ഹൈഡ്രജൻ എന്നൊരു അളവിലാണ്, 1:3 റേഷ്യോയിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? നൈട്രജനും ഹൈഡ്രജനും. എന്തിനു വേണ്ടിയിട്ട്? ഹേബർ പ്രോസസ് വഴി അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, പിന്നെ ഇവിടെ കൊടുക്കുന്നത് നല്ല ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുക്കുന്നുണ്ട്. ഹൈ ടെമ്പറേച്ചർ പ്രഷറിൽ നൈട്രജൻ എന്ത് ചെയ്യും? നൈട്രജൻ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ആരെ കിട്ടുന്നത്? എന്ത് കിട്ടുന്നത്? നമ്മുടെ അമോണിയനെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ പിന്നെ ഇവിടെ ഒരു ആളെയും കൂടി നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്നുണ്ട്. എന്താ? ഒരു സ്പോഞ്ച് ചെയ്യണം, അതായത് പൊടിച്ച ഒരു അയൺ യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട്. കാറ്റലിസ്റ്റ് എന്തിനാ നമ്മളെ മക്കളെ യൂസ് ചെയ്യുന്നത്? കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ റിയാക്ഷന്റെ റേറ്റ് കൂട്ടി കൊടുക്കാൻ. അത് ഇത് ഹൈഡ്രജൻ വിത്ത് നൈട്രജൻ നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഈ സ്പോഞ്ച് അയൺ കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ആരെ കിട്ടും? നമ്മുടെ അമോണിയനെ കിട്ടും. അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ കയറി കളിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ സ്പോഞ്ച് അയൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ നോക്കിക്കേ, നൈട്രജൻ വിത്ത് ഹൈഡ്രജൻ ഗീവ്സ് NH3 വിത്ത് ഹീറ്റ്. ഹീറ്റും കൂടി നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പ്രോസസ്സിൽ ഒരു ആരോ ഉണ്ട്, മിസ്സായിട്ടുണ്ട്. എന്ത് കിട്ടും? ഹീറ്റ് കിട്ടും. അപ്പോൾ ഹീറ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇത് എന്ത് റിയാക്ഷനാ? ഹീറ്റ് നമുക്ക് പുറത്തേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് എന്ത് റിയാക്ഷനാ? എക്സോതെർമിക് റിയാക്ഷനാ. എന്ത് റിയാക്ഷനാണ് മക്കളെ? എക്സോതെർമിക് റിയാക്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഇനി അമോണിയന്റെ യൂസസ്. അപ്പൊ നമ്മൾ ഹേബർ പ്രോസസ് വഴിയാണ് അമോണിയ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു. ഈ ഉണ്ടാക്കിയ അമോണിയക്ക് എന്തൊക്കെ യൂസസ് ഉണ്ടെന്ന് നോക്കിക്കേ. ഒന്ന്, പ്രിപ്പറേഷൻ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതായത് നമ്മൾ ഇൻഡസ്ട്രീസിൽ ഉണ്ടാകുന്ന കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, യൂറിയ പോലുള്ള സാധനങ്ങൾ, അമോണിയം സൾഫേറ്റ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് എന്ത്? അമോണിയ. ഓക്കെ. അപ്പൊ അതെ, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ, ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ ആര് വേണം? അമോണിയ വേണം. നെക്സ്റ്റ് നോക്കിക്കേ, റെഫ്രിജറന്റിൽ കൂളന്റ് ആയിട്ടൊക്കെ നമ്മൾ ആര് ഉപയോഗിക്കും? അമോണിയൻ ഉപയോഗിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ ഫൈബർ ആയിട്ടുള്ള നൈലോൺ, റയോൺ, അതായത് നമ്മൾ ഡ്രസ്സിൽ ഉണ്ടാകുന്ന ഫൈബേഴ്സ്, നൈലോൺ, റയോൺ പോലുള്ള ആൾക്കാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? അമോണിയ വേണം. നെക്സ്റ്റ് നോക്കിക്കേ, നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരെന്താ? ഓസ്റ്റ്വാൾഡ് പ്രോസസ്. അത് മറക്കരുത്. എന്താ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്? ഹേബർ പ്രോസസ്.
നൈട്രിക് ആസിഡിന് വേണ്ടത് ഓസ്റ്റുവാൾ പ്രോസസ്. ഈ ഓസ്റ്റുവാൾ പ്രോസസ്സ് വഴി ഉണ്ടാക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. ഈ നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാനും അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ട് ആദ്യത്തെ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ആരെ വേണം? അമോണിയ തന്നെ വേണം. അപ്പോൾ അമോണിയ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നൈട്രിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മള് ഇത്രയും നേരം പറഞ്ഞത് എന്തായിരുന്നു? അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, അതിന്റെ യൂസസ് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താന്ന് നോക്കാം. എന്താ നോക്കാൻ പോകുന്നത്? കെമിക്കൽ ഇക്വിലിബ്രിയം. ഈ കെമിക്കൽ ഇക്വിലിബ്രിയം നോക്കുന്നതിന് മുമ്പ് മിസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പറയാം. ഇത് നോക്കിക്കേ, നമ്മള് അമോണിയം ക്ലോറൈഡും പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡും എടുക്കാൻ. എന്തൊക്കെയാ എടുക്കുന്നത്? അമോണിയം ക്ലോറൈഡും അമോണിയം ഹൈഡ്രോക്സൈഡും നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, അവിടെ പെട്ടെന്ന് ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നത് പോലെ തോന്നും. ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാസ് എന്താ അവിടെ ഉണ്ടാവുന്നത്? നമ്മുടെ അമോണിയ ആണ്. അമോണിയ ഉണ്ടാവുന്നുണ്ട്, വാട്ടർ ഉണ്ടാവുന്നുണ്ട്, പിന്നെ ആരും കൂടി ഉണ്ടാവുന്നുണ്ട്? NaCl ഉണ്ടാവുന്നുണ്ട്. ഒരു ഗ്യാസ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളൊരു ഗ്ലാസ് റോഡ് HCl ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിൽ കാണിക്കുമ്പോൾ എന്ത് പറ്റും? ഒരു വൈറ്റ് ഫ്യൂംസ്. പിന്നെ ഈ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്ന ഗ്യാസിന് എന്തോ ഭയങ്കര തിക്കായിട്ടുള്ള വൈറ്റ് ഫ്യൂംസ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. ആ വൈറ്റ് ഫ്യൂംസ് എന്താണ്? നമ്മൾ നേരത്തെ എടുത്തിരുന്ന NH4Cl അല്ലേ, അമോണിയം ക്ലോറൈഡ്, അത് തന്നെ എന്താ പിന്നെയും റിട്ടേൺ ചെയ്ത് വരികയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്ന അമോണിയനെ എന്ത് ചെയ്യണം? HCl ഡിപ്പ് ചെയ്ത ഗ്ലാസ് റോഡ് കാണിക്കുമ്പോൾ തിരിച്ച് നമ്മുടെ ആരാവാണ്? NH4Cl ആവാണ്. അപ്പൊ അമോണിയന്റെ കൂടെ HCl ജോയിൻ ചെയ്ത് ആരാവും? NH4Cl ആവും. ഈ NH4Cl ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് തിരിച്ച് മറ്റേ പഞ്ചന്റ് സ്മെല്ല് നമുക്ക് കിട്ടാൻ തുടങ്ങും. പഞ്ചന്റ് സ്മെല്ല് ആരുടെയാ? നമ്മുടെ അമോണിയന്റെ. അപ്പൊ NH4Cl ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആര് കിട്ടും? അമോണിയ കിട്ടും. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് എഴുതിക്കൂടെ? ഇത് നോക്കിക്കേ, അമോണിയ HCl ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ NH4Cl കിട്ടും. അതേപോലെ NH4Cl ഹീറ്റ് ചെയ്ത് തിരിച്ച് ആര് വരും? നമ്മുടെ അമോണിയയും HCl വരും അല്ലെ. അപ്പൊ നമുക്കത് കമ്പൈൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആരോ ആണിത്. ഇങ്ങനെ ഈ ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള ആരോ. ഇത് ഇങ്ങനെയുള്ള റിയാക്ഷൻസിന് നമ്മൾ എന്ത് വിളിക്കുന്നു? റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതായത് റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റും കിട്ടും, അതേപോലെ പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക് എടുത്ത് റിയാക്ടന്റ് ആയിട്ട് മാറ്റിയെടുക്കാനും പറ്റും. അങ്ങനെയുള്ള റിയാക്ഷൻസിന് നമ്മൾ എന്താ വിളിക്കുന്നത്? റിവേഴ്സിബിൾ റിയാക്ഷൻസ്. അപ്പോൾ റിവേഴ്സിബിൾ റിയാക്ഷൻസിൽ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആവുന്ന സെക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർവേഡ് റിയാക്ഷൻ. അതേപോലെ പ്രൊഡക്റ്റ് ബാക്ക്വേർഡ് എന്ത് ചെയ്തു? റിയാക്ടന്റ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് എന്ത് വിളിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻസ്. നമുക്ക് അങ്ങനെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? നോക്കിക്കേ മക്കളെ, N2 + 3H2 റിവേഴ്സിബിൾ റിയാക്ഷന്റെ ആരോ ഉണ്ട് 2NH3. ഇതിനകത്ത് ഫോർവേഡ് റിയാക്ഷൻസ് ഏതൊക്കെയാണ്? അതായത് റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആവുന്ന സെക്ഷൻ അത് ഏതൊക്കെയാ നോക്കിക്കേ. N2 + 3H2 ഗീസ് എന്താണ്? 2NH3. ഇതാണ് നമ്മുടെ എന്ത്? ഫോർവേഡ് റിയാക്ഷൻസ്. അതേപോലെ തിരിച്ചു വരുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ ഏതാണെന്ന് നോക്കിക്കേ. അതേതാ എഴുതേണ്ടത്? 2NH3 gives N2 + 3H2. അതാണ് നമ്മുടെ എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ അതാണ് നമ്മുടെ എന്ത്? ഇതാണ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ. അതേപോലെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എന്ത്? ഈ പറഞ്ഞത്. ഓക്കെ അല്ലേ? ബാക്ക്വേർഡ് റിയാക്ഷൻസ്. അപ്പോൾ അതെ അടുത്തൊരു സെക്ഷൻ നോക്കിക്കേ. 2SO2 + O2 എന്താ? റിവേഴ്സിബിൾ ആരോ 2SO3. ഇതിനകത്ത് ഫോർവേഡ് റിയാക്ഷൻ ഏതാണ്? 2SO2 + O2 gives 2SO3. ഇതാണ് നമ്മുടെ എന്ത്? ഫോർവേഡ് റിയാക്ഷൻ. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കാം. പ്രൊഡക്റ്റ് എന്താ? 2SO3 gives റിയാക്ടന്റ് ആയിട്ട് മാറാണ് 2SO2 + O2. ഇതാണ് നമ്മുടെ എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? അതേപോലെ നെക്സ്റ്റ് നോക്കിക്കേ. H2 + I2 gives എന്താണ്? 2HI. ഇതാണ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരുന്നു? പ്രൊഡക്റ്റ് എടുക്കുക, 2HI gives H2 + I2. ഇതാണ് നമ്മുടെ എന്ത്? ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും കമ്പൈൻ ചെയ്ത് രണ്ട് റിയാക്ഷനും ഒറ്റ സ്ട്രെച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ എന്ത് വിളിക്കും? റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഇത് നടക്കുന്നില്ല, അങ്ങനെ അല്ലാത്ത റിയാക്ഷൻ നമുക്ക് എന്താ വിളിക്കുന്നത്?
ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. അതായത് നമ്മൾ അതിനെ ആരോ സിംഗിൾ ഹെഡഡ് ആയിട്ടുള്ള ആരോ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അതിന്റെ എക്സാമ്പിൾ ആണത് NaOHും HClഉം കമ്പൈൻ ചെയ്ത് NaClഉം വാട്ടർ ഉണ്ടാവുന്നത്. അതെന്താ സിംഗിൾ ഹെഡഡ് ആയിട്ടുള്ള ആരോ അല്ല നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് എന്ത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻസ്. എന്താണ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് ഇത്. ഇത് നമുക്ക് തിരിച്ച് പ്രൊഡക്റ്റിന് തിരിച്ച് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, റിയാക്ടൻസിന് എടുക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസിനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എന്താ കെമിക്കൽ ഇക്വിലിബ്രിയം നോക്കിക്കേ. ദ സ്റ്റേറ്റ് വിത്ത് ദ റേറ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻസ് എന്താണ് ബിക്കം ഈക്വൽ. ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആവുന്ന ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ പോയിന്റിനാണ് നമ്മൾ എന്ത് വിളിക്കുന്ന കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറിവേഴ്സിബിൾ റിയാക്ഷൻസിലെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും എന്താ ഈക്വൽ ആവുന്ന പോയിന്റ് നമ്മൾ എന്ത് വിളിക്കും, കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, നമ്മുടെ അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഇതേ എന്താ നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാക്കുന്നു. ഈ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുക, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോർവേഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റ് ആണ് നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ. നെക്സ്റ്റ് നോക്കിക്കേ, അത് പ്രൊഡക്റ്റ് അമോണിയ തിരിച്ച് നൈട്രജനും എന്താവുന്നു ഹൈഡ്രജൻ ആവുന്നത്, ആ റിയാക്ഷൻ ആണ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, എ എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയ എന്ന് പറയുന്നത്. ഇതെന്താ ഈ പോയിന്റിന് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയ. അപ്പോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കും ഈ ഒരു പോയിന്റ് എന്താണ്, അത് ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഇതെന്തായിരുന്നു ബാക്ക്വേർഡ് റിയാക്ഷൻ. എ എന്ന് പറയുന്ന പോയിന്റ് രണ്ട് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്, അത് പോയിന്റ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ അവിടെ നടക്കുന്നതാണ് രണ്ട് റിവേഴ്സിബിൾ റിയാക്ഷൻസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മുടെ ലേ ഷാറ്റ്ലെയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു തത്വം, ഒരു പ്രിൻസിപ്പിള് പുട്ട് ഫോർവേഡ് ചെയ്തു. അതെന്താ നോക്കിക്കേ, വെൻ ദ കോൺസെൻട്രേഷൻ, പിന്നെന്താ കോൺസെൻട്രേഷനും പ്രഷർ ഓർ ടെമ്പറേച്ചർ, ഈ മൂന്ന് കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ, നമ്മൾ റിയാക്ഷൻ നടത്തുന്ന സിസ്റ്റത്തിന്റെ കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, ഈ മൂന്ന് കാര്യങ്ങൾ എന്താ ഇക്വിലിബ്രിയത്തിലാണ്. സിസ്റ്റം ഈസ് അറ്റ് ഇക്വിലിബ്രിയം ചേഞ്ച്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു ചേഞ്ച് പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ സിസ്റ്റം എന്ത് ചെയ്യും, അതിനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചേഞ്ചിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പുതിയ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താനായിട്ട് നോക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ. അത് നോക്കിക്കേ, when the concentration, pressure and temperature of the system at the equilibrium change, the system will readjust itself so as to nullify the effect of the change. അപ്പൊ ഈ ചേഞ്ച് കാരണം ആ സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു എഫക്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിസ്റ്റം എന്ത് ചെയ്യും, ഒന്ന് റീഅഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് കൺഫേം ചെയ്തേക്കുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് എന്ത്, ലേ ഷാറ്റ്ലെയർ പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ. ഇപ്പൊ നോക്കിക്കേ, ഈ ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാന്ന് നോക്കിക്കേ. അപ്പൊ ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ നമ്മുടെ റിയാക്ടന്റും പ്രൊഡക്റ്റും എന്താ കോഎസിസ്റ്റ്. അപ്പോൾ അതായത് റിയാക്ടന്റിന്റെ റേറ്റും എന്താണ്, പ്രൊഡക്റ്റിന്റെ റേറ്റും, റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആവുന്ന റേറ്റും, അതേപോലെ ബാക്ക്വേർഡ് പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആവുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കുന്ന കണ്ടീഷനാണ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. പിന്നെന്താണ്, ഫോർവേഡ് റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് ഈക്വൽ ആയിരിക്കും. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് ആയിരിക്കും. എന്ന് വെച്ചാൽ പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ആവാ, അല്ലെങ്കിൽ അവിടെ കൂടിക്കന്നെ പ്രൊഡക്റ്റ് കൂടിക്കന്നെ തിരിച്ച് റിയാക്ട് ചെയ്ത് ബാക്ക്വേർഡ് വന്നിട്ട് റിയാക്ടന്റ് ആയിട്ട് മാറാന്നുള്ളത്. അതേപോലെ ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിൽ മാത്രമേ നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷൻ പോസിബിൾ ആവുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ഇക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ്. ഇപ്പൊ കോൺസെൻട്രേഷൻ പറഞ്ഞു, പ്രഷർ പറഞ്ഞു, ടെമ്പറേച്ചർ പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ ഏത് രീതിയിലാണ് അഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ, കോൺസെൻട്രേഷൻ ഓഫ് ദി ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന്റെ കോൺസെൻട്രേഷനിൽ എന്തെങ്കിലും ചേഞ്ച് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോ നമ്മൾ അമോണിയ ഉണ്ടാക്കുന്ന ഒരു കേസ് പറഞ്ഞില്ലേ, അപ്പൊ അമോണിയ നൈട്രജനും വേണം ഹൈഡ്രജനും വേണം. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു എമൗണ്ടിന്, ഈ റിയാക്ടന്റിന്റെ എമൗണ്ട്, നൈട്രജന്റെയോ ഹൈഡ്രജന്റെയോ എമൗണ്ട് കൂടി, രണ്ട് റിയാക്ടന്റ് എമൗണ്ട് കൂടുതലാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഉണ്ടാവാനായിട്ട് തുടങ്ങും. നേരെ മറിച്ച് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് കൂടുതലാണ്. അപ്പോൾ റിയാക്ടന്റിന്റെ എമൗണ്ടിനേക്കാളും പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ആ കൂടുതലെങ്കിൽ എന്ത് പറ്റും, അത് തിരിച്ച് റിയാക്ടന്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിയാക്ടന്റിന്റെ സൈഡിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങും, റിയാക്ഷൻ നടക്കാൻ തുടങ്ങും. അപ്പോൾ പ്രൊഡക്റ്റ് വിഘടിച്ചിട്ട് എന്ത് പറ്റും, നമ്മുടെ റിയാക്ടന്റ് ഫോം ചെയ്യാണ്. അതേപോലെ ഇപ്പൊ മനസ്സിലായില്ലേ, റിയാക്ടന്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും കൂടുതലും നടക്കുക. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്ടന്റ് ഇൻക്രീസ് ചെയ്ത് എന്ത് ചെയ്യും, ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിലോ എന്താണ്,
increases in the backward direction. Backward reaction ആയിരിക്കും നമ്മൾ എന്ത് സംഭവിക്കുന്നത്, റിയാക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത്. ഇനി പ്രഷർ ഓഫ് ദി കെമിക്കൽ ഇക്വിലിബ്രിയം, ഈ പ്രഷർ എഫക്ട് ചെയ്യുന്ന കേസ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ കേസ്, ഗ്യാസിന്റെ എന്താ സിസ്റ്റത്തിലെ മാത്രമായിരിക്കും നമുക്ക് പ്രഷറിന് എഫക്ട് സംഭവിക്കുക. ഇപ്പൊ സോളിഡിന്റെയോ ലിക്വിഡിന്റെയോ കേസ് വരാണെങ്കിൽ അതിന് പ്രഷറിന് ഒരു എഫക്റ്റും സംഭവിക്കാനില്ല. ഇപ്പൊ ഗ്യാസിന്റെ കേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോ പ്രഷറിന് ഇപ്പോൾ നമ്മളോട് ഇക്വേഷൻ തന്നേക്കാം, അത് സോളിഡ് ലിക്വിഡ് എന്നുള്ള കൺസെപ്റ്റിലാണ് തന്നിരിക്കുന്നതിൽ പ്രഷറിന് എഫക്ട് ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ ഒറ്റവാക്കി പറയാം, പ്രഷറിന് എഫക്ട് ഇല്ല. ഇനി നമ്മൾ ഗ്യാസിന്റെ കേസിലാണ് തന്നേക്കുന്നതിൽ പ്രഷറിന്റെ എഫക്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് നോക്കിയാലോ. നമ്മുടെ അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സ്, നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട് റിയാക്ടന്റ് ആയിട്ട്? ഒരു നൈട്രജനും 3 ഹൈഡ്രജനും. അപ്പൊ ആകെ എത്ര മോളിക്യൂൾസ് റിയാക്ടന്റാ? 4 മോളിക്യൂൾസ് ആണ് റിയാക്ടന്റ്. പ്രൊഡക്റ്റ് എത്ര മോളിക്യൂൾസാ? പ്രൊഡക്റ്റ് നമ്മൾ എത്ര? 2 മോളിക്യൂൾസ് ആണ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ, ഈ പ്രഷർ ഇവിടെ കൂട്ടി കൊടുത്തതിന് എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കാൻ പോകുന്നത് അല്ലേ? പ്രഷർ കൂട്ടി കൊടുത്തതിന് എന്താ, ഇവിടെ നമ്മൾ നല്ലപോലെ പ്രഷർ കൊടുത്തതിന് സ്വാഭാവികമായിട്ട് എന്ത് ഫോർവേഡ് റിയാക്ഷൻ നടക്കും ആണല്ലോ. അതേപോലെ ഇവിടുത്തെ പ്രഷറിന്റെ എമൗണ്ട് നമ്മൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാലോ ബാക്ക്വേർഡ് റിയാക്ഷൻ. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് പറയാൻ, നമ്മുടെ പ്രഷറിന് എഫക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോ ഇനി ടെമ്പറേച്ചറിന്റെ കാര്യത്തിലാണെങ്കിലോ, ഈ അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. അതായത് നൈട്രജനും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യാണ്. ഹീറ്റ് ഇവോൾവ് ചെയ്യുമ്പോൾ അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ എക്സോതെർമിക് റിയാക്ഷനിൽ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഹീറ്റ് കൂട്ടി കൊടുക്കാന്ന് വിചാരിക്കാം. ഹീറ്റിന്റെ എമൗണ്ട് കൂടുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇതിന്റെ ബാക്ക്വേർഡ് ഫ്ലോ ആയിരിക്കും കൂടാൻ തുടങ്ങുക. അപ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഈ കേസിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നേ ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. അതേപോലെ ഹീറ്റ് കുറച്ചു കൊടുത്താൽ, അതായത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഫോർവേഡ് റിയാക്ഷൻ കൂടാൻ തുടങ്ങും. ഫോർവേഡ് റിയാക്ഷൻ കൂടാൻ തുടങ്ങും. അപ്പോൾ ഹീറ്റ് കൂട്ടി കൊടുത്തതിന് എന്ത് പറ്റും, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും ഈ കേസിൽ ഇൻക്രീസ് ചെയ്യുക. കാരണം ഇത് എക്സോതെർമിക് റിയാക്ഷനാ. എൻഡോതെർമിക് ആണെങ്കിൽ നേരെ തിരിച്ച് സംഭവിച്ചേനെ കേട്ടോ. അപ്പോൾ ഇവിടെ ഹീറ്റിന്റെ എമൗണ്ട് കുറച്ചു കൊടുത്താലോ എന്താ സംഭവിക്കുക, ഹീറ്റിന്റെ എമൗണ്ട് കുറച്ചു കൊടുത്തതിനാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. കൂട്ടി കൊടുത്തതിന് എന്ത് പറ്റും, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി കാറ്റലിസ്റ്റ്. ഇപ്പോൾ നോക്കി, ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തതിന് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താലോ എക്സോതെർമിക് റിയാക്ഷൻസ് ആയിരിക്കും എന്ത് പറ്റുക, ഇൻക്രീസ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്റലിസ്റ്റിന്റെ കേസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പൊ കാറ്റലിസ്റ്റ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിൽ ഉപയോഗിച്ചാൽ എന്ത് പറ്റും, നമ്മുടെ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ കാറ്റലിസ്റ്റിന്റെ എഫക്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കാറ്റലിസ്റ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡും ബാക്ക്വേർഡും. അപ്പൊ 2 റിയാക്ഷന്റെ റേറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരാളാണ് ആര്, നമ്മുടെ കാറ്റലിസ്റ്റ്. ഓക്കെ. ഇനി നമ്മൾ ഇപ്പൊ ഇത്രയും നേരം എന്തൊക്കെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന വെച്ചത്, അമോണിയന്റെ പ്രിപ്പറേഷൻ പഠിച്ചു അല്ലെ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് നമ്മൾ പഠിച്ചു. അത് അമോണിയ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരെന്തായിരുന്നു നമ്മൾ പഠിച്ചത്, ഹേബർ പ്രോസസ്സ് അല്ലെ. അതിന്റെ യൂസ് പഠിച്ചു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് കെമിക്കൽ ഇക്വിലിബ്രിയം ഒരു പ്രിൻസിപ്പിളും പഠിച്ചു. ഇനി നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സെറ്റാണ് എന്ത്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആരാ, നമ്മുടെ കെമിക്കൽസിന്റെ കിങ് എന്നാണല്ലേ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അറിയപ്പെടുന്നത്. അപ്പൊ കെമിക്കൽസിന്റെ രാജാവാണ് ആര്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. ഈ രാജാവിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ അല്ലേ. അപ്പൊ നോക്കിക്കാൻ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് അതിന്റെ ഇക്വേഷൻ എന്താ, H2SO4. ഹൈഡ്രജനും സൾഫറും ഓക്സിജനും അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് ആര്, നമ്മുടെ രാജാവ്. അപ്പൊ ഈ രാജാവിനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കേ. സൾഫറും ഓക്സിജനും സൾഫറും ഓക്സിജൻ ചേർന്നിട്ട് നമ്മുടെ SO2 ഫോം ചെയ്യുന്നു. ഈ SO2 പിന്നെ നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്ത് കൊടുക്കുക, ഓക്സിജൻ ഇൻജെക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്സിജൻ കൊടുക്കുമ്പോഴത്തേക്കും അത് എന്തിന്റെ പ്രസൻസിലാ, ഇവിടെ ഒരു കാറ്റലിസ്റ്റും കൂടി വേണം. ആരാണ്, V2O5. അതിന്റെ പേരെന്താ, വെനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ കാറ്റലിസ്റ്റ് എന്തിനായിരുന്നു നമ്മൾ പറഞ്ഞത്, റേറ്റ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ SO2ന്റെ കൂടെ ഓക്സിജനും കൂടെ ആഡ് ചെയ്തിട്ട് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ റിയാക്ട് ചെയ്യിക്കുമ്പോൾ ആരുണ്ടാവും, SO3 ഉണ്ടാവുന്നു. അപ്പൊ ഈ SO3ന്റെ കൂടെ നമ്മൾ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒലിയം ഉണ്ടാവുന്നു. ആരെ ഉണ്ടാവുന്നേ,
ഒലിയം. അപ്പോൾ ഒലിയത്തിന്റെ ഇക്വേഷൻ നോക്കിക്കേ, H2S2O7. നമ്മൾ എന്തിനാ ഇവിടെ H2SO4 ഉണ്ടാക്കി കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഈ ഒലിയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നിട്ട് കുറെ H2SO4 ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ H2SO4നെ അല്ല നമ്മുടെ ഒലിയത്തിനെ എന്ത് ചെയ്യുക, വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ട് മാറും, നമ്മുടെ ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്തായിരുന്നു, നമ്മുടെ സൾഫറും ഓക്സിജൻ മിസ് ചെയ്ത് XO2 ഉണ്ടാവുന്നു. SO2നെ പിന്നെയും ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ആരുണ്ടാവുന്നു, SO3 ഉണ്ടാവുന്നു. ഈ SO3ന്റെ കൂടെ SO3 ഉണ്ടാവുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആരെ ആഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്യുന്നുണ്ട്. ആ കാറ്റലിസ്റ്റിന്റെ പേരെന്തായിരുന്നു, വെനേഡിയം പെന്റോക്സൈഡ്. ഈ വെനേഡിയം പെന്റോക്സൈഡിനെ ആഡ് ചെയ്ത് SO3 ആക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള H2SO4 ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എന്തായിട്ട് മാറാണ്, ഒലിയം എന്ന് പറഞ്ഞ H2S2O7 എന്ന് പറയുന്ന ഒലിയം എന്ന കോമ്പൗണ്ട് ഉണ്ടാവേ. അത് നമ്മൾ വാട്ടർ ലയിപ്പിച്ച് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആയിട്ട് മാറാണ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത് കേട്ടോ. അപ്പൊ അതെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഏതാന്ന് നോക്കിക്കേ. അത് കളർലെസ് ആണ്. അതിന് കളർ ഉണ്ടോ, കളർ ഇല്ല, ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ എന്താണ്, വാട്ടറിനേക്കാളും വിസ്കോസിറ്റി കൂടുതലാണ് ആർക്ക്, നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന്. പിന്നെ വാട്ടറിനേക്കാളും ഡെൻസർ ആണ്. പിന്നെ എന്താ, ഈ വാട്ടറിൽ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാനും പറ്റും. എന്താ, വാട്ടറിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആസിഡിനെ ഈ വാട്ടറിലേക്ക് നമുക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് പറ്റും, ഈ വാസിനൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസോൾവ് ചെയ്തിട്ട് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ എന്താ, കളർലെസ് ആണ്. വാട്ടറിനേക്കാളും നമുക്ക് എന്തുണ്ട്, ഡെൻസിറ്റി ഉണ്ട്. വിസ്കോസിറ്റിയും വാട്ടറിനേക്കാളും എന്തുണ്ട്, കൂടുതലുണ്ട്. പിന്നെന്താ, ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റും ആണ്, ഡ്രൈയിങ് ഏജന്റ് ആണ്. അപ്പൊ SO2, കാർബൺ, CO2, HCl അതിന്റെയൊക്കെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് H2SO4നെ എന്ത് ചെയ്യാം, ഡ്രൈയിങ് ഏജന്റ് ആയിട്ട്, അതായത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആരെ, സൾഫ്യൂരിക് ആസിഡിനെ. അപ്പോൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പൊ നമ്മള് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് നമുക്ക് കുറച്ച് പഞ്ചസാര എടുക്കാം. ഈ പഞ്ചസാര കുറച്ച് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാര എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സൾഫ്യൂരിക് ആസിഡിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് നേരം റിയാക്ഷൻ നടന്ന് അതൊരു ബ്രൗൺ കളറാണ്. പിന്നെ അത് കുറച്ച് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈ ബ്രൗൺ എന്നിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഭയങ്കര ഒരു കരി പിടിച്ച പോലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കും. അതായത് എന്താണ്, അതിനകത്തുള്ള എന്താ, വാട്ടറിനെ, ഗ്ലൂക്കോസിന്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റിനെ എന്താ ചെയ്യുന്നത്, മൊത്തം അബ്സോർബ് ചെയ്തിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യണം. ഹൈഡ്രേഷൻ ഉള്ളതെല്ലാം നമ്മളത് കളഞ്ഞിട്ട് കാർബൺ എന്നുള്ള കണ്ടന്റിലേക്ക് മാത്രമായിട്ട് മാറ്റി കൊടുക്കണം. നമ്മുടെ ഗ്ലൂക്കോസ് ആരാണ്, C12, H22O11 നമ്മൾ എന്താ, കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതെന്തായിട്ട് മാറുന്നു, നമ്മുടെ കാർബൺ ആയിട്ട് ഒരു കരി പിടിച്ചുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അപ്പൊ നമ്മുടെ ഗ്ലൂക്കോസിലുള്ള വെള്ളത്തിനെ മൊത്തം അബ്സോർബ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് കാർബണിലേക്ക് മാത്രം ആക്കി കൊടുക്കാനായിട്ട് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരാൾക്ക് കഴിവുണ്ട്. അപ്പൊ നമ്മുടെ കിങ്ങിന്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. പിന്നെ ഈ കിങ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആരായിട്ട്, NaCl ആയിട്ട് റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കിട്ടും നോക്കിക്കേ, അതിന്റെ HSO4ഉം പിന്നെ എന്താ, നമ്മുടെ HCl ആണ് കിട്ടിയത്. സോഡിയം സോഡിയം വെച്ചിട്ടുള്ള NaCl ആണ്, NaHSO4ഉം HCl നമുക്ക് ഫോം ചെയ്യുന്നു. അതേപോലെ KNO3 എന്ന് പറഞ്ഞ സോൾട്ട് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, KHSO4ഉം HNO3. അപ്പൊ നമുക്കിത് എന്തിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, H2SO4 ഉപയോഗിച്ചിട്ട് HCl ഉണ്ടാക്കാനും പറ്റും. അതേപോലെ H2SO4 ഉപയോഗിച്ചിട്ട് നമുക്ക് ആരെയും കൂടി ഉണ്ടാക്കാൻ പറ്റും, HNO3. H2SO4 ഉപയോഗിച്ചിട്ട് വേറെ 2 ആസിഡിന് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. 2 ഡിഫറെന്റ് ആയിട്ടുള്ള സോൾട്ട് ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 2 ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ടായി, വേറെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആസിഡുകൾ ഫോം ചെയ്തു. HClഉം ഫോം ചെയ്തു, HNO3ഉം ഫോം ചെയ്തു. ഓക്കെ ആണല്ലോ. പിന്നെ ഇനി നമുക്ക് ആസിഡിന്റെ ബേസിസിറ്റി. ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര ടൈപ്പ് ബേസിസിറ്റി ഉണ്ട്, മോണോ ബേസിക്, ഡൈബേസിക്, ട്രൈബേസിക്. ഈ 3 രീതിയിലാണ് നമ്മുടെ ആസിഡ്സ് ബേസിസിറ്റി കാണിക്കുന്നത്. ഇത് ഏതാ മോണോ, ഏതാ ഡൈ, ഏതാ ട്രൈ എന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പൊ നമ്മുടെ കുറച്ച് കോമ്പൗണ്ട്സുകൾ എടുക്കുന്നുണ്ട്, കുറച്ച് ആസിഡ്സ്, അതായത് HNO3 നമ്മുടെ HCl എടുക്കുന്നുണ്ട്, HBr എടുക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, HNO3 എടുക്കുന്നുണ്ട്, HCl എടുക്കുന്നുണ്ട്, HBr എടുക്കുന്നുണ്ട്. ഇതിനെ എന്താ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുക. അതെങ്ങനെയാ, എന്തൊക്കെ രീതിയിലുള്ള അയൺസ് ആണ് ഈ HCl, HNO3, HBr ഒക്കെ ഫോം ചെയ്യുന്നത് നോക്കിക്കേ. HClനെ നമുക്ക് ഡികമ്പോസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് H+ എന്ന രീതിയിലും NO3- എന്ന രീതിയിലുമാണ്. അതേപോലെ HCl ആണെങ്കിലോ H+ഉം Cl-ഉം. ഇവിടെ HBrല് H+ഉം നമ്മുടെ Br-, നമ്മുടെ HClലും HNO3ലും H എന്ന് പറയുന്ന ആൾ എത്ര,
1 വീതമാണ് ഉള്ളത്. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര വീതം ഹൈഡ്രജൻ ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബേസിസിറ്റി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതേപോലെ ഏത് അയൺ ആണ് ഉണ്ടാവുന്നത്, എത്ര അയൺ പോസിറ്റീവ് ഉണ്ടാവുന്നത്, അത് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ട്രിക്കാണ് കേട്ടോ. അപ്പൊ അതേ നോക്കിക്കേ, HCl-ലും HNO3-ലും HBr-ലും ആര് H എന്ന് പറയുന്നത് ഘടകം 1 ഉള്ളൂ. അപ്പൊ അതിന്റെ ബേസിസിറ്റി എന്താ? ഇതെന്ന് പറയുന്നത് മോണോബേസിക് ആണ്. എന്താണ്? മോണോബേസിക്. ഇവിടെ നോക്കിക്കേ, അടുത്ത ആൾക്കാര് ഹൈഡ്രജൻ എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു. H2SO4 ഉം H2CO3. അത് എത്ര ആയിട്ടാ ഡീകമ്പോസ് ചെയ്ത് പോകുന്നത് നോക്കിക്കേ. 2H+ഉം SO4 2- ആയിട്ട്. ഇവിടെ ആണെങ്കിലും 2H+, CO3 2-. അപ്പൊ നമ്മുടെ ഇവിടുത്തെ H എത്ര എണ്ണം ഉണ്ടായിരുന്നു? 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് എത്ര ബേസിക്? അതിന്റെ ബേസിസിറ്റി എന്താ മക്കളെ? ഡൈബേസിക്. എന്താ? ഡൈബേസിക് ആണ് ഇത്. ഡൈബേസിക് ആസിഡുകളാണ് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും നോക്കാതെ നമുക്ക് ഇതും പറഞ്ഞൂടെ? H3PO4. അത് എത്ര ഹൈഡ്രജൻ ഉണ്ട് അതിനകത്ത്? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇത് എത്ര, എന്ത് ബേസിസിറ്റിയാ? ട്രൈബേസിക് ആസിഡ് ആണ് നമ്മുടെ H3PO4. അപ്പോൾ നമുക്ക് ഹൈഡ്രജന്റെ, നമുക്ക് തന്നിരിക്കുന്ന ആസിഡില് ഹൈഡ്രജന്റെ എണ്ണം എത്ര ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിന്റെ ബേസിസിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ അമോണിയ പറഞ്ഞു, ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് പറഞ്ഞു. ഇനി നമ്മൾ ആരുണ്ടാക്കാൻ പോകുന്നത് നോക്കിക്കേ? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിനെ. ആരെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ആ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? NaOH അല്ലേ? NaOH നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നാട്ടോ നോക്കുന്നേ. ഈ NaOH ഉണ്ടാക്കുക നമ്മൾ കുറച്ചധികം പ്രോസസ്സുകൾ പേര് പിടിച്ചു. അമോണിയ ഉണ്ടാക്കുന്നത് ഹേബർ പ്രോസസ്സ്, അതേപോലെ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത് എന്ത് പ്രോസസ്സാ? കോണ്ടാക്ട് പ്രോസസ്സ്. അതേപോലെ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത് എന്ത് പ്രോസസ്സാന്ന് നോക്കിക്കേ മക്കളെ? ക്ലോർ ആൽക്കലി പ്രോസസ്. എന്ത് പ്രോസസ്സാണ്? ക്ലോർ ആൽക്കലി പ്രോസസ്. അത് ക്ലോർ ആൽക്കലി പ്രോസസ്സ് വഴി നമ്മൾ എങ്ങനെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ നമ്മുടെ അമോണിയ ഉണ്ടാക്കിയപ്പോൾ ഒരു നോർമലി അമോണിയ ഉണ്ടാക്കുന്നത് എന്തായിരുന്നു? ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചെയ്തത്. അതേപോലെ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിന് ഉണ്ടാക്കാനും ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. എന്താ നോക്കിക്കേ? ഈ ഒരു സെറ്റപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മെംബ്രെയിൻ സെൽ എന്ന്. എന്താ വിളിക്കുന്നത്? മെംബ്രെയിൻസ്. ഈ മെംബ്രെയിൻ സെല്ല് യൂസ് ചെയ്തിട്ടാണ് ക്ലോർ ആൽക്കലി പ്രോസസ്സ് വഴി നമ്മൾ ആരുണ്ടാക്കുന്നത്? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിന് ഉണ്ടാക്കുന്നത് കേട്ടോ. നോക്കിക്കേ, മെംബ്രെയിൻ മെംബ്രെയിൻ അല്ല കേട്ടോ, നമുക്ക് ബയോളജി അല്ല വേണ്ടത്, നമുക്ക് ആരാണ്? കെമിസ്ട്രി. മെംബ്രെയിൻ സെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മെംബ്രെയിൻ സെല്ലിൽ നമ്മൾ എടുക്കുന്ന ആള് ഈ ഒരു സെക്ഷനെ, ഈ ഒരു സൈഡ് നമ്മുടെ എന്താണ്? ആനോഡായിട്ടും ഈ ഒരു സൈഡ് എന്താണ്? നമ്മുടെ കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ്? ഇവിടെ ആനോഡും ഇവിടെ കാഥോഡും. നമ്മൾ എന്ത് ചെയ്യും? ഇതുവഴി നമ്മൾ NaCl സൊല്യൂഷൻ, ആരാണ്? നമുക്ക് സോഡിയം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് വേണ്ടത്. നമ്മൾ എടുക്കുന്നത് ആരാണ്? NaCl സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ്, നമ്മൾ ഉപ്പുവെള്ളം. അതെന്ത് ചെയ്യും? NaCl സൊല്യൂഷൻ നമ്മൾ ആനോഡിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. ആനോഡിലേക്ക് NaCl നമ്മൾ ഉപ്പുവെള്ളം പാസ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ഈ NaCl എന്തായിട്ടൊക്കെയാണ് അയണൈസ് ചെയ്യുന്നത്? Na+ഉം Cl-ഉം. ആരൊക്കെയാണ്? Na+ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആളുണ്ട്, Cl- എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആളുണ്ട്. ഈ Na+ എന്ന് പറയുന്ന ആൾ അവിടെ നിൽക്കട്ടെ, പ്ലസിനെ നമുക്ക് പോസിറ്റീവ് ആയിട്ട് അവിടെ മാറ്റി വെക്കാം. നമ്മുടെ Cl- എന്ത് ചെയ്യും? നമ്മൾ ആനോഡിൽ വന്നിട്ട് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. Cl- നമ്മുടെ ഗ്യാസ് അല്ലേ, അത് ലിബറേറ്റ് ചെയ്ത് എന്ത് പറ്റും? ഈ ഒരു വഴി പുറത്തേക്ക് പോകും. അപ്പൊ നമുക്ക് ക്ലോറിൻ ഗ്യാസ് കിട്ടുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ക്ലോറിൻ ഗ്യാസ് വേറെ വല്ല പ്രോസസ്സിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെക്നിക്ക് വഴി നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ക്ലോറിൻ ഗ്യാസ്. അപ്പൊ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അതേ നോക്കിക്കേ, ക്ലോറിൻ ഗ്യാസ് നമുക്ക് ഇതുവഴി പുറത്തേക്ക് ഗ്യാസ് ആയിട്ട് പോകുന്നുണ്ട്. വേണമെങ്കിൽ കളക്ട് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം, വേറെ ഉപയോഗിക്കാമെങ്കിൽ. പിന്നെ ഉണ്ടാവുന്ന Na എന്ന് പറയുന്ന സാധനം ഇവിടെ ആനോഡിനെയും കാഥോഡിനെയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഒരു മെംബ്രെയിൻ ആണ്, ചെറിയൊരു മെംബ്രെയിൻ. ആ മെംബ്രെയിൻ വഴി എന്ത് ചെയ്യും? ഇതിലിങ്ങനെ പാസ് ചെയ്ത് നമ്മൾ ആര് പോവും? സോഡിയം പോവും, Na+ പോവാണ്. പിന്നെ ഇവിടെ നമ്മൾ NaCl കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുനിന്ന് ആരെയാ കൊടുക്കുന്നേ? വെള്ളം, H2 കൊടുക്കുകയാണല്ലേ. H2 എന്തൊക്കെയായിട്ടാ മാറുന്നേ? H2+ എന്താണ്? H+ ഉണ്ട്, OH- ആയിട്ട് മാറും അല്ലെ. ഇവിടെ Na എന്തൊക്കെയായിട്ടായിരുന്നു മാറിയത്? Na+ഉം Cl-ഉം. ഇവിടെ എന്തൊക്കെയാ മാറുന്നത്? H+ ഉണ്ട്, OH- ഉണ്ട് അല്ലേ. H+ ഉണ്ട്,
OH- ഉണ്ട്. അതെന്താണ്? ഈ ഹൈഡ്രജൻ എന്തായിട്ട് മാറുന്നുണ്ട്? ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ക്ലോറിൻ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്താ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് പോയില്ലേ? അതേപോലെ ഇവിടുന്ന് ആരെങ്കിലും പോകണ്ടേ? ഇവിടുന്ന് ആരാ പോകുന്നത്? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന Na+ എന്ന് പറയുന്ന ആളില്ലേ, Na+ എന്ന് പറഞ്ഞ ആള് നമ്മുടെ OH- അതായത് വാട്ടറിന്റെ പകുതി, ഒരാള് പോയി, ബാക്കി പകുതി ഉണ്ടല്ലോ, ആ പകുതിയായിട്ട് ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? NaOH കിട്ടുന്നു. നമുക്ക് എന്തായിരുന്നു വേണ്ടത്? NaOH അല്ലേ? കിട്ടിയല്ലോ. NaOHന്റെ കൂടെ നമുക്ക് ആരെയും കൂടെ കിട്ടിയിട്ടുണ്ട്, അതും കൂടി ഓർത്ത് വെക്കണേ. ക്ലോറിൻ എന്ന് പറയുന്ന ഗ്യാസും കിട്ടിയിട്ടുണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസും കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്താ യൂസ് ചെയ്തത്? NaCl എന്ന് പറയുന്ന സൊല്യൂഷൻ, നമ്മുടെ സാധാ ഉപ്പുവെള്ളം, അതാണ് നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. അത് നമ്മൾ എന്താണ്, ഒരു മെംബ്രെയിൻ സെല്ല് വഴി കടത്തി വിട്ടിട്ട്, മെംബ്രെയിൻ സെല്ലിന് ആരൊക്കെയുണ്ട്? ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. അപ്പൊ ആനോഡിൽ നമ്മുടെ എന്ത് ലിബറേറ്റ് ചെയ്യാണ്? ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. ബാക്കി Na+ എന്ത് ചെയ്യാണ്? മെംബ്രെയിൻ സെല്ല് വഴി അതിന് കാഥോഡിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? ഈ കാഥോഡിന്റെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോവാണ്. അപ്പൊ ഈ Na+ ഇവിടുന്ന് നമ്മുടെ വാട്ടറും കൂടി Na+ വരുന്നത് കാണുമ്പോഴത്തേക്ക് വാട്ടർ ഇവിടുന്ന് വരുന്നുണ്ട്. അവര് തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്ത്? Na+ഉം ഈ OH- കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് കിട്ടുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. അതിന്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ എന്താ? H+ നിന്നിട്ട് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് പോകുന്നു. സിമ്പിൾ അല്ലേ? ഈ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് മനസ്സിൽ ഓർത്ത് വെക്കുക. ആരൊക്കെ വരുന്നുണ്ട്? NaCl വരുന്നുണ്ട്, ഇവിടുന്ന് വാട്ടറും വരുന്നുണ്ട്. അതിന് 2 സ്പ്ലിറ്റ് ആക്കുക, മുകളിലേക്ക് പോകാനുള്ളത് പൊക്കോട്ടെ, ബാക്കിയെല്ലാം ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആരുണ്ടാവുന്നു? NaOH ഉണ്ടാവുന്നു. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി ഈ സോഡിയം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോരല്ലോ, എന്തൊക്കെ ഈ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസ് നമുക്ക് നോക്കണ്ടേ? എന്തൊക്കെയാ നോക്കിക്കേ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ യൂസ്? നമുക്ക് സോപ്പും അല്ലെങ്കിൽ ഡിറ്റർജന്റ്, നമുക്ക് കുളിക്കുന്ന സോപ്പൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ആരുണ്ട്? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്. ഈ സോപ്പ് എന്താ? ആൽക്കലി അല്ലേ? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആൽക്കലി ആണല്ലോ. സോപ്പിലും ഡിറ്റർജന്റിലും ഉള്ള ആൾ ആരാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് കേട്ടോ. പിന്നെന്താണ്? ബോക്സൈറ്റ്, നമ്മുടെ അലൂമിനിയത്തിന്റെ ഓർ. ബോക്സൈറ്റ് നമ്മൾ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അലൂമിനിയത്തിന്റെ ഓർ ഏതാണ്? ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന സാധനത്തിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആര് ഉപയോഗിക്കുന്നുണ്ട്? നമ്മുടെ NaOH നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ ഇല്ലേ, ഈ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ ആര് വേണം? നമ്മുടെ NaOH വേണം. അപ്പൊ അത് മറക്കോ? അപ്പൊ നമ്മൾ പരീക്ഷ എഴുതുന്നത് എവിടെയാ? പേപ്പറിൽ. അപ്പൊ പേപ്പറിന് ഓർത്താൽ മാത്രം മതി. അപ്പൊ NaOHന്റെ ഒരു യൂസ് കിട്ടി. അപ്പൊ നമുക്ക് ഒരു മാർക്ക് അവിടെ വീണു കേട്ടോ. പിന്നെ നെക്സ്റ്റ് നോക്കിക്കേ, റയോൺ എന്ന് പറയുന്ന ഒരു ഫാബ്രിക്, നമ്മള് മാൻമെയ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് റയോൺ. അതിനെ ഉണ്ടാക്കാനും നമുക്ക് ആരെ വേണം? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിനെ വേണം. പിന്നെ അതുകൂടാതെ ആസ്പിരിൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ മെഡിസിൻസിനും അത് പ്രൊഡ്യൂസ് ചെയ്യാനും ആരാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് മാനുഫാക്ചർ ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പൊ എന്തൊക്കെയായിരുന്നു യൂസ് നോക്കിക്കേ? നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ ഉണ്ടാക്കാൻ വേണം, നമ്മൾ രാവിലെ കുളിക്കുന്ന സോപ്പ് ഉണ്ടാക്കാൻ വേണം. പിന്നെ മെറ്റൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു, അതിനകത്ത് അലൂമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റിനെ പ്യൂരിഫൈ ചെയ്യാനും ആര് വേണം? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. പിന്നെ ആരാണ്? മെഡിസിൻ ആയിട്ടുള്ള ആസ്പിരിനെ മാനുഫാക്ചർ ചെയ്യാനും ആര് വേണം? നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? അമോണിയ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിച്ചു, സൾഫ്യൂരിക് ആസിഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിച്ചു, നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് പഠിച്ചു. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ HCl. എന്താണ് HCl? എങ്ങനെയാണെന്ന് നോക്കാം. HCl എന്താ? Hഉം Cl. അപ്പൊ ഹൈഡ്രജനും ക്ലോറൈനും കമ്പൈൻ ചെയ്താൽ നമ്മൾ ആരുണ്ടായി? HCl ഉണ്ടായി. അത്രേ ഉള്ളൂ HClന്റെ പ്രിപ്പറേഷൻ. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ആണെങ്കിൽ നമ്മുടെ ആരുണ്ടാവുന്നത്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുന്നത്. ഇതിന് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതിന്റെ യൂസസ് ആണ്. എന്തൊക്കെയാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ യൂസസ് എന്ന് നോക്കാം. നമ്മുടെ ടേബിൾ സോൾട്ട് ഇല്ലേ, NaCl, ആ ടേബിൾ സോൾട്ടിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരെ വേണം? നമ്മുടെ HClനെ വേണം. പിന്നെ ഡൈസ്, നമ്മുടെ ഡ്രസ്സിനൊക്കെ കളർ കൊടുക്കുന്നില്ലേ, നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സിന് ഓരോരോ കളർ കൊടുക്കുന്ന ആളാണ് ഡൈ എന്ന് വിളിക്കുന്നത്. അത് ഉണ്ടാക്കാനും നമുക്ക് ആര് വേണം? അത് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് വേണ്ട ആളാണ് നമ്മുടെ HCl എന്ന് പറഞ്ഞ ആള്. പിന്നെ PVC, നമ്മുടെ വീട്ടിലെ പൈപ്പൊക്കെ ഇല്ലേ, PVC, പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പോൾ അതിനകത്ത് ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യാനും നമുക്ക് ആരെ യൂസ് ചെയ്യണം? നമ്മുടെ HClനെ യൂസ് ചെയ്യണം. പിന്നെ എന്താണ്? അക്വർജിയ വിച്ച് ഈസ് യൂസ് ടു ഡിസോൾവ് മെറ്റൽസ് ലൈക്ക് ഗോൾഡ്, പ്ലാറ്റിനം പോലുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഡിസോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അക്വർജിയ ഉണ്ടാക്കണമെങ്കിലും നമ്മുടെ HCl വേണം. പിന്നെ നമ്മുടെ ഫെർട്ടിലൈസേഴ്സും പിന്നെ മെറ്റൽസിനെ റിഫൈൻ ചെയ്യാനും ആര് വേണം? HCl ആണ്. അപ്പൊ മെറ്റൽസിനെ റിഫൈൻ ചെയ്യാൻ, ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ, ഡൈ ഉണ്ടാക്കാൻ, പിന്നെ എന്താണ്? നമ്മുടെ ടേബിൾ സോൾട്ടിനെ റിഫൈൻ ചെയ്യാൻ, പിന്നെ നമ്മുടെ PVCനെ മാനുഫാക്ചർ ചെയ്യാൻ, അക്വർജിയെ മാനുഫാക്ചർ ചെയ്യാൻ. ഇത്രയുമാണ് നമ്മുടെ ആരുടെ യൂസ്? HCl. അപ്പൊ HCl ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ വിച്ച് കമ്പൈൻസ് വിത്ത് ക്ലോറിൻ ആണ്. ക്ലോറിൻ ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പറയാനുള്ളത്
സോൾട്ടുകൾ എന്തൊക്കെയാണെന്ന്. ഈ സോൾട്ടുകൾ ലാസ്റ്റ് ഒരു സെക്ഷനാണ് സോൾട്ട് എന്ന് പറയുന്നത്. ഈ സോൾട്ടുകളിൽ നമുക്ക് എന്താ ന്യൂട്രൽ സോൾട്ട് ഉണ്ട്, അസിഡിക് സോൾട്ട് ഉണ്ട്, ബേസിക് സോൾട്ട് ഉണ്ട്. ഈ സോൾട്ട്സ് ഓരോന്ന് ഫോം ചെയ്യുമ്പോൾ ന്യൂട്രൽ ആണോ അസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമ്മൾ കമ്പൈൻ ചെയ്യിക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ന്യൂട്രൽ ആണോ അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് പറയാൻ പറ്റുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പം രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസും രണ്ടും സ്ട്രോങ് രണ്ട് സ്ട്രോങ് വന്ന് ഇടിയിട്ട് തന്നെ എന്താ പറ്റും? അവരാരെങ്കിലും എന്താ ഡിറ്റി എന്താ അത് അവരുടെ പവർ കുറഞ്ഞ് നള്ളിഫൈ ചെയ്തു പോകും. അപ്പം നമുക്ക് ഉണ്ടാവുന്ന സോൾട്ട് എന്താ? ന്യൂട്രൽ സോൾട്ട് ആയിരിക്കും. അതേപോലെ രണ്ട് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ, വീക്ക് സോൾട്ടും അല്ല വീക്ക് ആസിഡും വീക്ക് ബേസും, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെങ്കിലും അവരുടെ എനർജി ലോസ് ചെയ്ത് നള്ളിഫൈ ചെയ്ത് ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ഉണ്ടാക്കാം. ഇനി ഇതേ നോക്കിക്കേ, ഒരു സ്ട്രോങ് ആസിഡ് ഉണ്ട്, നല്ല ശക്തിയുള്ള ആസിഡും പിന്നെ വീക്ക് ആയിട്ടുള്ള ബേസും. അപ്പൊ ഉണ്ടാവുന്നത് ആരായിരിക്കും? നമ്മൾ എടുക്കുന്ന സ്ട്രോങ് ആസിഡ് അല്ലേ? അപ്പൊ ശക്തിയുള്ള ആളുടെ കഴിവേ അവർക്ക് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിന് കിട്ടുള്ളൂ. അപ്പോൾ ശക്തിയുള്ള ആൾ ആരാന്ന് നമ്മുടെ സ്ട്രോങ് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അസിഡിക് ബേസ് ആയിരിക്കും കിട്ടുക. ഇനി ഈ ബേസ് ആണ് സ്ട്രോങ് എങ്കിലോ അവിടെ സ്ട്രോങ് ആരാ? ബേസ് അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന സോൾട്ട് എന്താണ്? ബേസിക് സോൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കേ. നമ്മുടെ NaOHും HClഉം ഇത് എന്താ? NaOHും HCl എന്ന് പറഞ്ഞ രണ്ടാൾക്കാരും എന്താ? സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ് ബേസും ആണ്, ഇതെന്താണ്? സ്ട്രോങ് ആസിഡും ആണ്. സ്ട്രോങ് ചേർന്നതിന് എന്താ ഉണ്ടാവുന്നത്? ന്യൂട്രൽ ആയിട്ടുള്ള സോൾട്ട് ആണ് ഉണ്ടാവുന്നത്. ഇതിനകത്ത് NH4OHും HClഉം ആരാ നല്ല ശക്തിമാൻ? നമ്മുടെ HCl ആണല്ലേ. അപ്പൊ HCl ശക്തിമാനായി കഴിഞ്ഞാൽ എന്തായിരുന്നു? സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണ്. സ്ട്രോങ് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന സോൾട്ട് എന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും അല്ലേ? സ്ട്രോങ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ അയാളുടെ നേച്ചർ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന സോൾട്ടിനും കാണിക്കുക. അതേപോലെ H2CO3 NaOHും ഇതിനകത്ത് സ്ട്രോങ് ആരാണ്? നമ്മുടെ NaOH എന്താണ്? ബേസ് അല്ലേ? അപ്പൊ സ്ട്രോങ് ബേസ് ആണ് അവിടെ NaOH. അതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്ട്രോങ് ആസിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആസിഡിക് ആയിരിക്കും. അതേപോലെ സ്ട്രോങ് ബേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നോക്കിക്കേ, നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ ആണ് ഫെർട്ടിലൈസേഴ്സ്. ഈ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ, മണ്ണിന്റെ അളവിന് കുറച്ച് എലമെന്റ്സിന്റെ അളവിന് വല്ല വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആസിഡിക് നേച്ചറോ ബേസിക് നേച്ചറോ കൂടുതലായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് നമ്മൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ക്രോപ്പിനെ എന്ത് ചെയ്യണം? ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യണം. അതിനുള്ള രീതിയിൽ മണ്ണിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഫെർട്ടിലൈസർ. ഈ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻ കമ്പോണൻസുകളൊക്കെയാണ് നമ്മൾ ഇതിന് മുന്നേ ഉള്ള ഇപ്പം അമോണിയ, HCl, H2SO4 എന്നൊക്കെ പഠിച്ച സാധനങ്ങൾക്ക് നമ്മൾ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കീ ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ ഇവരെയൊക്കെയാണ് നമ്മൾ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെയാണ്? KPN ആണ് നമ്മുടെ പ്രൈമറി ന്യൂട്രിയൻസും. അതേപോലെ അവരെ നമുക്ക് എന്താ പ്രൈമറി ന്യൂട്രിയൻസ് ആണെങ്കിൽ നമ്മുടെ മണ്ണിൽ ലാർജ് ക്വാണ്ടിറ്റിയിൽ അവർ വേണം. ലാർജ് ക്വാണ്ടിറ്റിയിൽ അവരുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന ക്രോപ്പ് നല്ലപോലെ ഗ്രോ ചെയ്യുള്ളൂ. ഇനി അടുത്ത നോക്കിക്കേ, CaMgS കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ എന്ന് പറഞ്ഞത് എന്താണ്? സെക്കൻഡറി ന്യൂട്രിയന്റ് ആണ്. അപ്പൊ അവരുടെ അളവ് വളരെ കുറഞ്ഞാലും പ്രശ്നമില്ല. കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ ഒക്കെ മണ്ണിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളെങ്കിൽ അത് മതി നമ്മുടെ പ്ലാന്റ്സിന് വളരാൻ. അപ്പൊ അങ്ങനെ കുറവ് എമൗണ്ട് മതി എന്നുള്ള ആൾക്കാരാണ് നമ്മൾ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്നും. ലാർജ് ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള ന്യൂട്രിയൻസിന് എന്താ വിളിക്കുന്നത്? പ്രൈമറി ന്യൂട്രിയൻസ്. അപ്പൊ ഏതൊക്കെയാണ് പ്രൈമറി ന്യൂട്രിയൻസ്? KPN, അതായത് പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ. നെക്സ്റ്റ് സെക്കൻഡറി ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാൽഷ്യം, മഗ്നീഷ്യം, സൾഫറും. അതേപോലെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ വേണ്ടുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. അതായത് ആരൊക്കെയാണ്? നമ്മുടെ അയണും മാംഗനീസും. അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എലമെന്റ്സ് ആയിട്ട് വേണ്ടിയിരുന്ന ന്യൂട്രിയൻസ് നമ്മൾ എന്ത് വിളിക്കും? മൈക്രോ ന്യൂട്രിയൻസ്. ഏതൊക്കെയാ മൈക്രോ ന്യൂട്രിയൻസ്? നമ്മുടെ അയണും മാംഗനീസും. മൈക്രോ ന്യൂട്രിയൻസ് ഏതൊക്കെയായിരുന്നു? അയണും മാംഗനീസും. സെക്കൻഡറി ന്യൂട്രിയൻസ് കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ. പ്രൈമറി ന്യൂട്രിയൻസ് ആരൊക്കെയാണ്? പൊട്ടാസ്യം, ഫോസ്ഫറസ്, നൈട്രജൻ. ഓക്കെ ആണല്ലോ? നോക്കിക്കേ, ഒരു ഫെർട്ടിലൈസറിന് വേണ്ടുന്ന കുറച്ച് ഗുണങ്ങൾ. വെറുതെ ഫെർട്ടിലൈസർ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കുറച്ച് ഗുണങ്ങൾ വേണ്ടേ? അതെന്തൊക്കെയാന്ന് നോക്കിക്കേ. എന്തൊക്കെ ഗുണങ്ങളാ? ഫെർട്ടിലൈസർ ഷുഡ് ബി സൊല്യൂബിൾ ഇൻ വാട്ടർ.
നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെടി വളർത്തുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് അലിഞ്ഞു പോവാതെ വേറെ വേറെ സ്ഥലത്തേക്ക് ഒഴുകി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെടിക്ക് ഗുണമുണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ എന്ത്, ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ അലിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്ന ഒരാളായിരിക്കണം ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കോമ്പൗണ്ട്സ് ആൻഡ് ഫെർട്ടിലൈസർ മസ്റ്റ് ബി stable and remain in the soil for long time, making them available to the plants. പിന്നെ എന്താണ്? നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനം പെട്ടെന്ന് തീർന്നു പോവാമോ, അതിൽ നശിച്ചു പോകാമോ അറിയാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പോണൻസ് ആയിട്ട് റിയാക്ട് ചെയ്ത് ഇല്ലാണ്ടായി പോകാമോ, അല്ലെങ്കിൽ വേറെ പ്രൊഡക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രോപ്പിനെ ബാധിക്കില്ലേ? അങ്ങനെ പാടില്ല. സ്റ്റേബിൾ ആയിരിക്കണം കുറേ നാളത്തേക്ക്. ഇപ്പോൾ ക്രോപ്പ് ഉണ്ടായി വളർന്ന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് വരെയെങ്കിലും, അല്ലെങ്കിൽ അതിനൊരു മെച്യൂരിറ്റി എത്തുന്ന, ക്രോപ്പിനൊരു മെച്യൂരിറ്റി എത്തുന്ന വരെയെങ്കിലും സപ്പോർട്ടായിട്ട് ആര് വേണം? നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഫെർട്ടിലൈസർ സ്റ്റേബിൾ ആയിട്ട് അവിടെ ഉണ്ടാവണം. അത് അവൈലബിൾ ഫോർ ലോങ് ടൈം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണം കൂടി ആർക്ക് വേണം? നമ്മുടെ ഫെർട്ടിലൈസറിന് വേണം. അങ്ങനെ അവൈലബിൾ ആയില്ലെങ്കിൽ അത് ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? അത് വെറുതെ ഇട്ട് കൊടുക്കും, നമ്മുടെ പൈസ പോകുന്നത് മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ ദേ ഷുഡ് നോട്ട് കോസ് സിഗ്നിഫിക്കന്റ് വേരിയേഷൻ ഓഫ് ദി pH ഓഫ് ദി സോയിൽ. നമ്മുടെ സോയിലിന്റെ pHനെ ഒരിക്കലും ബാധിക്കരുത്. ഒരു ക്രോപ്പിന് വളരെ പർട്ടിക്കുലർ pH ഉണ്ടാവും. നമ്മൾ ഈ എലമെന്റ്സ് ബേസിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ഒക്കെ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ സോയിൽ എന്താ, അതിന്റെ നേച്ചർ മാറി ബേസിക് ആയി മാറാമോ? പാടില്ല. ഈ ക്രോപ്പിന് പറ്റുന്ന രീതിയിലുള്ള pH ബാലൻസ് ചെയ്യാനായിട്ട് ആരെ കൊണ്ട് പറ്റണം? നമ്മുടെ ഫെർട്ടിലൈസറിനെ കൂടെ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫെർട്ടിലൈസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്താണ്? ദേ ഷുഡ് നോട്ട് ബി ടോക്സിക് ടു ദി പ്ലാന്റ്. ഈ പ്ലാന്റിനെ ഒരിക്കലും ടോക്സിക് ആക്കി മാറ്റരുത്. പ്ലാന്റിനെ ഒരിക്കലും നശിപ്പിക്കുകയും ചെയ്യരുത്. അതുവഴി ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നത് ആരാ? നമ്മളാണ്. അപ്പൊ നമുക്കും ആ ടോക്സിസിറ്റി ഉണ്ടാവാനായിട്ട് ഇടയാക്കുന്ന ഫെർട്ടിലൈസർ ആവരുത് ഒരിക്കലും എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു? വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റണം. പിന്നെന്താണ്? സ്റ്റേബിൾ ആയിരിക്കണം, റിയാക്ട് ചെയ്ത് പോവരുത്. പിന്നെന്താണ്? കുറേ ലോങ് ടൈമിൽ സോയിൽ അവൈലബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ ആ പ്ലാന്റ്സിനെ യൂട്ടിലൈസ് ചെയ്തൊന്ന് മെച്യൂർ ആവാൻ പറ്റുള്ളൂ. പിന്നെ എന്തൊക്കെയായിരുന്നു? സോയിലിലെ pHനെ അഫക്ട് ചെയ്യരുത്. പിന്നെ ഒരിക്കലും അത് ടോക്സിസിറ്റി ആവുന്ന രീതിയിലേക്ക് പെർഫോം ചെയ്യുന്ന ഫെർട്ടിലൈസർ ആവരുത്. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഗുഡ് ഫെർട്ടിലൈസർ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി കുറച്ച് ഫെർട്ടിലൈസേഴ്സ് നോക്കിക്കേ. നൈട്രജൻ ഉള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ NPK എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് നൈട്രജൻ ഉള്ള ഫെർട്ടിലൈസേഴ്സ് നോക്കിക്കേ. ഫെർട്ടിലൈസറിന്റെ ഉപയോഗം എന്താണ്? പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആൾക്കാരാണ് നൈട്രജൻ ഉള്ള ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ അതേ നോക്കിക്കേ, അങ്ങനെയുള്ള എക്സാമ്പിൾ ആണ് അമോണിയം സൾഫേറ്റ്, കാൽഷ്യം സയനൈഡ് എന്നൊക്കെ പറയുന്നതും യൂറിയ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഫോസ്ഫേറ്റ് ഉള്ള ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ്? അതും പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ആക്സിലറേറ്റ് ചെയ്യുക, പെട്ടെന്ന് വളർത്താനും ഇത് ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനും. പിന്നെന്താ? പ്രൊഡക്ടിവിറ്റി. നമ്മൾക്ക് ഉണ്ടാവുന്ന ഇപ്പോൾ നമുക്ക് വേണ്ട ക്രോപ്പിന്റെ പ്രൊഡക്ട്സ്, ഇപ്പോൾ മാങ്ങയാണെങ്കിൽ മാങ്ങ, ചക്കയാണെങ്കിൽ ചക്ക, അതിന്റെ പ്രൊഡക്ട്സിന്റെ എന്താണ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഫോസ്ഫേറ്റ് ഉള്ള ഫെർട്ടിലൈസേഴ്സ്. അത് അമോണിയം ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ഇതൊക്കെയാണ് ഫോസ്ഫേറ്റ് ഉള്ള ഫെർട്ടിലൈസറിൽ വരാം. നെക്സ്റ്റ് എന്താണ്? പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്, ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് എപ്പോഴും എഴുതാൻ വേണ്ടിയിട്ട് മറക്കരുത് ആ പോയിന്റ്. പിന്നെ എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂട്ടുക, അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടുക. പെട്ടെന്ന് രോഗം പിടിക്കുന്ന രീതിയിലുള്ള പ്ലാന്റ് ആവരുത്. എന്തെങ്കിലും ഒരു വണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ബാക്ടീരിയോ ഫംഗസ് ഒക്കെ വന്നതിന് അപ്പൊ തന്നെ രോഗം പിടിച്ച് ചീത്തയായി പോകുന്ന പ്ലാന്റ് ആവരുത്. അതിന്റെ ഇമ്മ്യൂണിറ്റി വേണം, നല്ല രീതിയിൽ ഹെൽത്ത് ഗ്രോ ചെയ്യാൻ വേണം, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആവണം. അപ്പൊ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പൊട്ടാസ്യം അടങ്ങുന്ന ഫെർട്ടിലൈസർ ആണ് പൊട്ടാഷ് ഫെർട്ടിലൈസേഴ്സ്. അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ എന്തൊക്കെയാണ്? പൊട്ടാസ്യം ക്ലോറൈഡും പൊട്ടാസ്യം സൾഫേറ്റും. ഓക്കെ അല്ലേ? നൈട്രജൻ എന്തിനാണ്? ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഫോസ്ഫേറ്റ് എന്തിനാണ്? പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, അതാണ് മെയിൻ. പിന്നെന്താ? പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സിന് എന്താ? ഇമ്മ്യൂണിറ്റി കൂട്ടാൻ. എല്ലാത്തിലും എന്താണ്? ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ടുള്ളത് നൈട്രജൻ ആണെങ്കിൽ ആക്സിലറേറ്റ് ചെയ്ത ഗ്രോത്ത്. പിന്നെന്താ? പൊട്ടാസ്യം ആണെങ്കിൽ എന്താണ്? പൊട്ടാസ്യത്തിന് എന്താണ്? ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഫോസ്ഫേറ്റിനാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 3 ടൈപ്പിലുള്ള ഫെർട്ടിലൈസേഴ്സും അതിന്റെ എക്സാമ്പിൾസും അത് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യിക്കുന്നതെന്നും പഠിച്ചു. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ കെമിക്കൽ പ്രൊഡക്ട്സുകളും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അതെവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, പിന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താന്ന് പഠിച്ചല്ലോ. പിന്നെ ആസിഡിന്റെ ബേസിസിറ്റി എന്താന്ന് പഠിച്ചു. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾട്ട്, ന്യൂട്രൽ സോൾട്ട് എന്ത് പഠിച്ചു,
ബേസിക് ആയിട്ടുള്ളതും അസിഡിക് ആയിട്ടുള്ള സോൾട്ടും പഠിച്ചു. അവന്റെ റിയാക്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സോൾട്ടിന്റെ നേച്ചർ വരുന്നതെന്ന് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് പഠിച്ച സെക്ഷൻ ആണെന്ന് ഫെർട്ടിലൈസേഴ്സ്. ഫെർട്ടിലൈസേഴ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? അതിനകത്ത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടെന്ന് പഠിച്ചു. ഈ ന്യൂട്രിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് പഠിച്ചു. ഓരോ ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സും എങ്ങനെയാണ് ക്രോപ്പിനെ എഫക്ട് ചെയ്യുന്നത്, അതിനകത്ത് എക്സാമ്പിൾസും പഠിച്ചു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ 7 ഇതോടുകൂടി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാൽ മതി, മിസ് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും മിസ് പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിച്ചിട്ട് ഇനി മിസ് എന്താ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ മിസ് പോവാണ്. ഓക്കെ ദെൻ ബൈ.